അതായത് അവർ തോൽക്കാൻ പോകുന്നതിന് മുമ്പേ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലെന്ന് വേണമെങ്കിൽ പറയാം. ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മാറ്റം, അതായത് രാഷ്ട്രീയ മാറ്റം, BJP ഭരണത്തിൽ വരണമെന്ന് ഞാൻ പറയുന്നില്ല, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റം, വലിയ രീതിയിലുള്ള വോട്ട് BJPക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു വ്യത്യാസമില്ല. മന്ത്രിസഭ ആയിരിക്കും, അത് ആര് ഭരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിക്കും. കോവളം NDയുടെ സ്ഥാനാർത്ഥി TN സുരേഷാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇത് ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചൂടല്ല. 2016 എം വിൻസെൻറ്റിനൊപ്പം മത്സരിച്ചു. അന്ന് ശരിക്കും പറഞ്ഞാൽ UDFനും LDFിനൊപ്പം മികച്ച ഒരു തെരഞ്ഞെടുപ്പാണ് നേരിട്ടതെന്ന്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഇത്രയും ദിവസങ്ങളാകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഞാനന്ന് 2016 മത്സരിച്ചപ്പോൾ ഉള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ 2026 കാരണം ഭാരതീയ ജനതാ പാർട്ടി വലിയ രീതിയിൽ വളർന്നിരിക്കുന്നു. മോദിജിയുടെ സർക്കാർ വന്നത് 2014 2014 വന്നതിന് ശേഷം ഇന്ത്യയിൽ മൊത്തം അതിൻ്റെ പ്രതിഫലനം വലിയ രീതിയിൽ ഇപ്പോൾ കേരളത്തിലും വന്നിട്ടുണ്ട്. സാധാരണ ഇടത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വലതിൻ്റെ ട്രെൻഡ് വരും, തിരിഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ ട്രെൻഡ് എന്ന് പറയുമ്പോൾ വളരെ അതിശയിപ്പിക്കുന്ന ഒരു ട്രെൻഡാണ്. എല്ലാ സ്ഥലത്തും ഒരു മോദി മയമാണ്. ഇനി എത്രത്തോളം ഇവിടെ ഒരു വിജയ പ്രതീക്ഷയുണ്ട്? നേരത്തെ നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ചന്ദ്രശേഖർജി ഇവിടെ 47,000 വോട്ട് ഇവിടെ പിടിച്ചു. ഇപ്പോൾ നടന്ന ലോക്കൽ ബോഡിയുടെ ഇലക്ഷനിൽ 37,000 വോട്ട് ഈ മണ്ഡലത്തിൽ പിടിച്ചു. അപ്പോൾ എത്ര വ്യത്യാസമാണ് വന്നതെന്ന് നോക്കുക. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ 47,000 വോട്ട് ചന്ദ്രശേഖർജി പിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം വിജയത്തിൻ്റെ ബ്രിമ വരെ എത്തി എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് മുന്നോട്ട് വെച്ച വലിയൊരു ആരോപണമുണ്ട്, ഈ CPM BJP ഡീൽ. ഇതിനെങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? അതായത് അവർ തോൽക്കാൻ പോകുന്നതിന് മുമ്പേ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലെന്ന് വേണമെങ്കിൽ പറയാം, അത് എടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സാധ്യത. കാരണം ഇന്ന് അവർക്ക് പോലും വ്യക്തമായിട്ടറിയാം, ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മാറ്റം, അതായത് രാഷ്ട്രീയ മാറ്റം, BJP ഭരണത്തിൽ വരണമെന്ന് ഞാൻ പറയുന്നില്ല, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റം, വലിയ രീതിയിലുള്ള വോട്ട് BJPക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു വ്യത്യാസമില്ല. എന്തായാലും ഇവിടെ കേരളം ആര് ഭരിക്കണമെന്ന് ചിലപ്പോഴല്ല ആ രീതിയിലേക്ക്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകളിലൊക്കെ ഒരു തൂക്ക് ഇതിലേക്ക് കേരളം മാറുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ BJP നിർണായകമാകും. മന്ത്രിസഭ ആയിരിക്കും, അത് ആര് ഭരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിക്കും. വളരെ വ്യക്തമാണ്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം വളരെയധികം തെരഞ്ഞെടുപ്പ് ചൂടെന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ മത്സരങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. എന്തായാലും BJP ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറും എന്ന് തന്നെയാണ് കോവളത്തിൻ്റെ NDA സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള TN സുരേഷ് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.